ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് മോഡ് എക്സ് പ്ലസ് 1. ഇതെവിടെയെങ്കിലും ഡിസ്കണ്ടിന്യൂസ് ആവുന്നുണ്ടോ എന്നറിയണം അല്ലേ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ചെയ്ത പോലത്തെ പ്രോബ്ലം അല്ല, പോയിൻ്റ് എന്താണെന്ന് പറയുന്നില്ല അല്ലേ. ഇപ്പോൾ ഏത് പോയിന്റിലാണെന്ന് ചെക്ക് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എക്സ് സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുമില്ല. അതായത് എക്സ് ലെസ് ദാൻ 1 ആവുമ്പോൾ ഇതുപോലെ വേണം, എക്സ് ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ വേറെ ഫംഗ്ഷനാണ്, അങ്ങനെയൊന്നും പറയുന്നുമില്ല. അപ്പോൾ പോയിൻ്റ് തന്നിട്ടില്ല. അപ്പോൾ ഇത് ചെയ്യണ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഫംഗ്ഷൻ ഒന്ന് എഴുതട്ടെ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്, മോഡ് എക്സ് മൈനസ് മോഡ് എക്സ് പ്ലസ് 1 ആണ്. ഇപ്പോൾ ഏത് പോയിൻ്റ് ആണെന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, പോയിൻ്റ് ഇല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് പോയിൻ്റ് എടുക്കണം അല്ലേ. ലെറ്റ് ഇതിന് മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ലെറ്റ് എക്സ് ഈക്വൽ ടു സി ബി എ റിയൽ നമ്പർ. സി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു റിയൽ നമ്പർ. 1 ആവാം, സി വേണമെങ്കിൽ 1 ആവാം, 100 ആവാം, നെഗറ്റീവ് നമ്പർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. പോയിൻ്റ് തന്നിട്ടില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ജനറൽ ആയിട്ടുള്ള ഒരു റിയൽ നമ്പർ അസ്യൂം ചെയ്തു. എന്നിട്ട് നമ്മൾ സിയിൽ കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കുകയാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ സിയിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് ആദ്യം കാണണം. അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി മൈനസ് എന്താണ് ഫങ്ഷൻ. എവിടെ ഫങ്ഷൻ എന്താണ്, ഫങ്ഷൻ ഈസ് ഓൾവേസ് ദിസ് അല്ലേ. മോഡ് എക്സ് മൈനസ് മോഡ് എക്സ് പ്ലസ് 1, മോഡ് എക്സ് മൈനസ് മോഡ് എക്സ് പ്ലസ് 1 ആണ്. നേരെ എക്സിന് സി ഇട്ട് കൊടുക്കുക. ശരിയാണല്ലോ അല്ലേ. ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ എക്സിന് നേരെ സി കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എക്സ് കാണുന്നിടത്ത് നേരെ സി ഇട്ട് കൊടുക്കുക. മോഡ് സി മൈനസ് മോഡ് സി പ്ലസ് 1 കിട്ടും. എക്സിന് പകരം സി കൊടുത്തു. ഇനി നമ്മൾ റൈറ്റ് ലിമിറ്റ് കാണാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് കാണാൻ പോവാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് എന്താ എഴുതണ്ടേ. സി പ്ലസ് ആകുമ്പോഴും ഫങ്ഷൻ ഓൾവേസ് ദിസ് അല്ലേ. ഇവിടെ ലെസ് ദാൻ ആകുമ്പോൾ ഒരു ഫംഗ്ഷനും ഗ്രേറ്റർ ദാൻ ആകുമ്പോൾ വേറൊരു ഫംഗ്ഷനും അങ്ങനെയില്ലല്ലോ. സി പ്ലസ് ആകുമ്പോഴും ഇതേ ഫംഗ്ഷൻ തന്നെയാണ് വീണ്ടും ഉപയോഗിക്കുന്നത്. മോഡ് എക്സ് മൈനസ് മോഡ് എക്സ് പ്ലസ് 1. നേരെ എക്സിന് സി ഇട്ട് കൊടുക്കുക. മോഡ് സി മൈനസ് മോഡ് സി പ്ലസ് 1 കിട്ടും. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് കണ്ടു, റൈറ്റ് ലിമിറ്റും കണ്ടു. നമ്മളിനി എഫ് ഓഫ് സിയും കൂടിയും കാണണം. എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എക്സിന് നേരിട്ട് സി കൊടുക്കുമ്പോൾ എന്ത് വാല്യൂ കിട്ടും. ഇവിടെ ഞാൻ നേരെ എക്സിന് സി കൊടുക്കാൻ പോവാണ്. അപ്പോൾ മോഡ് സി മൈനസ് മോഡ് സി പ്ലസ് 1 ഇങ്ങനെ വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ക്ലിയറായി. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു എഫ് ഓഫ് സി ആണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണെന്ന് പറയാം അല്ലേ. കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി എന്ന് പറയാൻ പറ്റും. മനസ്സിലായല്ലോ. കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി ഫോർ ഓൾ റിയൽ നമ്പർ. കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി ഫോർ ഓൾ റിയൽ നമ്പർ നമുക്ക് പറയാം. അപ്പോൾ നോ പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി, നോ പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയാം. കാരണം എല്ലാ റിയൽ വാല്യൂസിലും കണ്ടിന്യൂസ് ആകുമ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി എവിടെയും വരുന്നില്ല അല്ലേ. അപ്പോൾ നോ പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ.